കഞ്ചാവ്, സ്പിരിറ്റ് കടത്തുകൾക്ക് കുപ്രസിദ്ധിയാർജിച്ച അതിർത്തിയിൽ ഇപ്പോൾ കൂടുതലായും കടന്നുവരുന്നത് റേഷൻ അരി. തമിഴ്നാട് സർക്കാർ പാവപ്പെട്ടവർക്ക് തുച്ഛമായ വിലയ്ക്ക് കൊടുക്കുന്ന റേഷൻ അരിയാണ് അതിർത്തി കടന്ന് കേരളത്തിൽ എത്തുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഈ അരി എത്തിക്കുന്നതെന്നാണ് വിവരം. തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന അരിക്ക് അതിർത്തി കടക്കുന്നതോടെ വില ഇരട്ടിയാകും. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന അരി മാഫിയയ്ക്ക് വേണ്ടിയാണ് ഏജന്റുമാർ ഇവിടെ അരി കടത്തുന്നത്. പൗഡറുകൾ കലർത്തി പോളിഷ് ചെയ്ത് റേഷനരിയെ പാലക്കാടൻ മട്ടയും വെള്ളപ്പൊന്നിയുമാക്കി മാറ്റും. ഈ റേഷൻ അരി ഉയർന്ന വിലയ്ക്ക് മാർക്കറ്റുകളിൽ വിൽക്കുകയും വിദേശത്തേക്ക് കയറ്റുമതിയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പാവപ്പെട്ടവർക്ക് സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യം അവരിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല, ഇവ ഉയർന്ന വിലയ്ക്ക് സാധാരണ ഉപഭോക്താക്കൾക്ക് വാങ്ങേണ്ട അവസ്ഥയും വരുന്നു. തമിഴ്നാട് റേഷനരി സൂക്ഷിക്കുന്ന നിരവധി രഹസ്യ ഗോഡൌണുകൾ വാളയാറിലുണ്ട്. ട്രെയിനിലൂടെയാണ് കൂടുതലായും അരി കടത്തുന്നത്. ബസ്സുകൾ വഴിയും ഊടുവഴികളിലൂടെ സ്വകാര്യ വാഹനങ്ങളിലും അരി കടത്തുന്നുണ്ട്. നിലവിൽ കോടികൾ ലാഭം കൊയ്യുന്ന കച്ചവടമായി മാറിയിരിക്കുകയാണ് ഇത്.